നമസ്കാരം 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറഞ്ഞ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. വയനാട്ടിൽ KSRTC മിന്നൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. കാലവർഷത്തിന് മുൻപേ പെരുമഴ. കായംകുളത്ത് ഇഷ്ടിക ചൂളയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷം, ഒരാൾ കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. UDF പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 2 ഉടൻ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. KSRTC ബസ്സിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും തീരുമാനമായി. 3000 രൂപ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ആകാശത്തിൽ നിന്ന് അയ്യപ്പനെ തൊഴുകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹെലികോപ്റ്റർ താഴ്ത്തിയതെന്ന് കണ്ടെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്തെ കോസ്റ്റ് ഗാർഡ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റിംഗ് യൂണിറ്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം നടന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ നെടുമ്പാശ്ശേരിയിലെ ചുമതലയിൽ നിന്ന് മാറ്റി കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് മേഖലാ ആസ്ഥാനത്തേക്ക് നിയമിച്ചതായും വിവരമുണ്ട്. ഹെലികോപ്റ്ററിൽ പൈലറ്റിനൊപ്പം സഹ പൈലറ്റും ക്യാമറ ക്രൂവും ഉൾപ്പെടെ 3 പേർ ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. അതേ ഉദ്യോഗസ്ഥൻ മുൻപ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ ശബരിമലയും ഗുരുവായൂരും സന്ദർശിച്ചിട്ടുള്ളതായും അന്വേഷണത്തിൽ കണ്ടെത്തി. വയനാട്ടിൽ KSRTC മിന്നൽ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചു. നമ്പിക്കൊല്ലി സ്വദേശിയായ നാരായണൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സിജി, മകൻ അഭി എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. നിയന്ത്രണം വിട്ട മിന്നൽ ബസ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും നാരായണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. കടുത്ത പരിക്കുകളോടെ നാരായണന്റെ ഭാര്യ സിജിയെയും മകൻ അഭിയെയും ഉടൻ തന്നെ മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കാലവർഷത്തിന് മുൻപ് പെരുമഴ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, ചക്രവാത ചുഴി, ന്യൂനമർദ്ദപ്പാത്തി എന്നിവയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തവും ശക്തവുമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നത് കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കായംകുളത്ത് ഇഷ്ടിക ചൂളയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷം, ഒരാൾ കൊല്ലപ്പെട്ടു. വള്ളിക്കുന്നത്ത് ഇഷ്ടിക ചൂളയിൽ ഉണ്ടായ സംഘർഷത്തിൽ ബംഗാൾ സ്വദേശി ഹേമന്ത് ആണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഹേമന്തിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം സാരമായി പരിക്കേറ്റ പ്രതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി സോനായി മുർമുവിനെ വള്ളിക്കുന്നം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ വള്ളിക്കുന്നം സ്വദേശി ബിജിലിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന AR ബ്രിക്സ് എന്ന സ്ഥാപനത്തിൽ വച്ചായിരുന്നു സംഘർഷം.